തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ചോദ്യങ്ങളുമായി എത്തിയ മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയാണ് തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ നിന്ന് സുരേഷ് ഗോപി മടങ്ങിയത്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ്. മുകേഷ് എം.എൽ.എ രാജിവെക്കണമെന്നതാണ് BJP നിലപാടെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം. പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ്. ഉറക്കം വരുന്നു. ഇതേക്കുറിച്ചായിരുന്നു ചോദ്യം. പിന്നാലെയായിരുന്നു ക്ഷുഭിതനായത്. എന്താ സംഭവിച്ചത്? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ചാടിക്കടിക്കാൻ വരിക, മൂക്കത്താ ശുണ്ടി. മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി അരിശത്തോടെ കാറിൽ സുരേഷ് ഗോപി മടങ്ങി. മുകേഷിനെതിരായ ആരോപണം കോടതിയിൽ തെളിയിക്കട്ടെ എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ആദ്യ പ്രതികരണം. ചേട്ടാ, എവിടെ കിടന്ന് ചൂടാവല്ലേ? ഞങ്ങൾ ചൂടായിട്ട് ഒരു കാര്യമില്ല. മുകേഷിനെതിരായ ആരോപണം കോടതിയിൽ തെളിയിക്കട്ടെ എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ആദ്യ പ്രതികരണം. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇനി എന്തറിയാനാ? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉറച്ചിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളും, ഒരു കുഴപ്പമില്ല. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. ഇപ്പൊ ഇളകൂല്ല അവിടെ കടന്ന കൂടുതലെന്ന് പറയും. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ? നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല. രാഷ്ട്രീയവും മീഡിയയും ഒരേ എല്ലിൻ കഷ്ണത്തിന്റെ രണ്ടറ്റങ്ങളിൽ ഉറിഞ്ചി വളരുന്ന രണ്ട് ചെന്നായ്ക്കൾ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.